നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് സഹകരിക്കുന്നവർക്കെല്ലാം തന്നെ വിലക്ക് ഏർപ്പെടുത്തി ഉത്തരവിറക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറെ അനുകൂലമായ ഒരു കാര്യമാണ്. ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ എക്കാലത്തും ശക്തമായ തോതിൽ തന്നെയാണ് പിന്തുണച്ചിരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കർശന നിലപാട് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് സഹകരിക്കുന്ന ഏത് വ്യക്തിയോടും ഇത് തന്നെയായിരിക്കും അമേരിക്കയുടെ നിലപാട് എന്നാണ് ട്രംപ് നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പലപ്പോഴും ക്രിസ്ത്യൻ വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഏകപക്ഷീയമായ രീതിയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുമായിരുന്നു ട്രംപിൻ്റെ ആരോപണങ്ങൾ. ഇപ്പോൾ അത് പൂർണ്ണമായി ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ട്രംപ് ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് നിരവധി പേരെ വെട്ടിലാക്കിയിരിക്കുകയാണ്. പ്രധാനമായും അമൽ ക്ലൂണി എന്ന വളരെ പ്രമുഖയായ മനുഷ്യാവകാശ പ്രവർത്തകയും അഭിഭാഷകയായ ഒരു സ്ത്രീയുണ്ട്. അവർക്ക് അമേരിക്കയിലേക്ക് തൽക്കാലം പ്രവേശിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അമൽ ക്ലൂണിയുടെ ഭർത്താവായ ജോർജ് ക്ലൂണി അമേരിക്കയിലേക്ക് തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു നടൻ കൂടിയാണ്. ഇരുവരും ഇപ്പോൾ UK-യിലും ഇറ്റലിയിലുമൊക്കെ ഉള്ളവരുടെ വീടുകളിൽ മാറി മാറി താമസിക്കുന്നതാണ് രീതി. ഇവർക്ക് അമേരിക്കയിൽ വളരെയധികം സ്വത്തുക്കളുണ്ട്. ഏതായാലും ഈ ഒരു ഉത്തരവ് നിലവിൽ വന്നതോടുകൂടി ഈ ദമ്പതികൾക്ക് ഇനി അമേരിക്കയിലേക്ക് കടക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഇസ്രായേലിനെയും അമേരിക്കയെ എല്ലാം എതിർക്കുന്ന ശക്തികളെ ഇത്തരത്തിലുള്ള കർശനമായ നിലപാട് കൊണ്ട് തന്നെ നേരിടുക എന്നുള്ള ഒരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അഭിഭാഷകയായ അമൽ ക്ലൂണിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിക്കണമെന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആ ഒരു കേസിലേക്ക് നിയമോപദേശം നൽകിയത്. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. മാത്രമല്ല നേരത്തെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലർക്കും അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ഉദ്യോഗസ്ഥനായ കരീം ഖാനെയും കുടുംബത്തെയും അമേരിക്കൻ സർക്കാർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മാത്രവുമല്ല അമേരിക്കയിലുള്ള ഇവരുടെ സ്വത്തുക്കളെല്ലാം തന്നെ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ജോ ബൈഡനെ വീണ്ടും പ്രസിഡന്റ് ആക്കണമെന്ന് ജോർജ് ക്ലൂണി പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ പേരിൽ ഡൊണാൾഡ് ട്രംപും ജോർജ് ക്ലൂണിയും തമ്മിൽ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നു. ജോർജ് ക്ലൂണിയെ ട്രംപാകട്ടെ രണ്ടാംകിട നടൻ എന്ന് വരെ വിളിച്ച് അധിക്ഷേപിച്ചിരുന്നു. ട്രംപിനെതിരെയും ജോർജ് ക്ലൂണി നിരവധി ആരോപണങ്ങളന്ന് ഉന്നയിച്ചിരുന്നു. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതമായിട്ടായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് തന്നെ അമേരിക്ക പുറത്തിറക്കിയിരിക്കുന്നത്. ക്രിസ്ത്യൻ വിരുദ്ധ പക്ഷപാതത്തെ ചെറുക്കുന്നതിനും നെതന്യാഹുവിനെതിരായ നിയമവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ കുറ്റങ്ങളെ അപലപിക്കുന്നതിനുമായിട്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, 3 ഹമാസ് നേതാക്കൾക്കെതിരെ നേരത്തെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഈ 3 പേരും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പോയിരുന്നു.